ഹായ് ഗായ്സ്, വെർമസലി ഉപ്പ ഉണ്ടാക്കിയാലോ? എന്നും വെറഞ്ചായയും കണസാ സ്നാക്സും കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമെന്ന് ദിമുമോൻ. എന്നാ പിന്നെ തിന്നണില്ല, ആരോഗ്യമാണല്ലോ നമുക്ക് വലുത്. അങ്ങനെ സന്ധ്യ മുക്കാലായപ്പോ എവിടുന്നോ ഒരു ദീനരോധനം. ചേച്ചി എന്തരേലും തായേച്ചി. ആരെന്ന് നോക്കിയപ്പോഴല്ലേ എന്റെ ആമാശയമാണ്. കാര്യം ഞാൻ എന്റെ ഹൃദയത്തെയും തലച്ചോറിനെ അറിയിച്ചു. ലോലനായ ഹൃദയം ആമാശയത്തോട് സഹകരിച്ചു. തലച്ചോറാകട്ടെ മൂടും തിരിഞ്ഞങ്ങ് നിൽപ്പായി. വലിയൊരു സംവാദത്തിനൊടുവിൽ 3 പേരെ ഞാൻ ഒരു വഴിക്ക് കൊണ്ടുവന്നു. ഒടുക്കം അടുക്കള തപ്പലിലാണ് വെർമസലി ഹീറോ ആയത്. വറുത്തുകോരി വെർമസലി പാനിൽ തന്നെ കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ്, ക്യാരറ്റ്, സവാള ഒപ്പം ഉപ്പും ഇട്ട് ഒന്ന് ഹാഫ് കുക്ക് ആവുന്നത് വരെ ഇളക്കുന്നു. അത് ഹാഫ് കുക്കായെന്ന് കണ്ടപ്പോഴത്തേന് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെക്കുന്നു. വെള്ളം തിളച്ച പിന്നെ വെർമസലിയുടെ വരവായി. പണ്ട് ഞാൻ ഇതിനെ ബർമസലി എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെയാണ് മനസ്സിലായത് അത് വെർമസലി ആണെന്ന്. എന്തരേലും ആവട്ടല്ലേ, നമുക്ക് തിന്നാ പോരെ. വെർമസലി ഇട്ടൊന്ന് നൈസിന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കണം. അറഞ്ചും പുറഞ്ചും ഇളക്കിയാൽ പായസ കൊട്ടയായി പോകും. വെള്ളം വറ്റി വെർമസലി വെന്ത് കഴിയുമ്പോൾ സാധനം റെഡി. തരാ. വേവോളം കാത്തില്ല, ഇനി 6ഓളം കാക്കാം എന്ന് പറയാൻ പറ്റില്ല. കാരണം ആമാശയം അത്യാഹിത വിഭാഗത്തിലാണ്. സീൻ വഷളാവുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും കൊടുത്ത് സെറ്റാക്കാം. ഞാനൊരു 3-in-1 പേക്കാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. അങ്ങനെ ഞങ്ങൾ 3 കൂടി വെർമസലി അകത്താക്കി. അത്ര തന്നെ. ബൈ ബൈ.